നമസ്കാരം. നാട്ടുവിചാരത്തിലേക്ക് സ്വാഗതം. നട്ടലൊടിക്കുന്ന വിലക്കയറ്റം, നോക്കുകുത്തിയാകുന്ന ഭരണകൂടം. അതെ, അതാണ് ഇപ്പോഴത്തെ ജനങ്ങളുടെ മുദ്രാവാക്യം. അവശ്യ സാധനങ്ങളുടെ വില എവിടെ എത്തി നിൽക്കുന്നു? മലയാളിയുടെ ഉച്ചയൂണിന് അരിക്കെന്താ വില? 1 കിലോ ജയ അരിക്ക് 48 രൂപ കഴിഞ്ഞു. കുറുവയ്ക്കും മട്ടയ്ക്കും 45 രൂപയും 47 രൂപയും വരെ എത്തി. ഇങ്ങനെ പോയാൽ എങ്ങനെയാകും? ഏതാനും വർഷം മുമ്പ് 26-28 രൂപയായിരുന്നു അരിവില എന്ന് ഓർക്കണേ. പഞ്ചസാരയ്ക്ക് ഇപ്പോൾ 44 രൂപ പിന്നിട്ടു. എവിടെ വരെ എത്തുമെന്നാണ് ജനം ചോദിക്കുന്നത്. ചായപ്പൊടി 125 രൂപയിൽ നിന്നും 200 രൂപയിൽ എത്തി നിൽക്കുന്നു. ചെറുപയർ 70 നിന്ന് 120, കടലയും പയറും 43 രൂപയും 45 രൂപയുമായിരുന്നത് 80-ലും 110 രൂപയിലും എത്തി. ഹോട്ടലുകളിലെ വില നിലവാരവും നമുക്കറിയാം. എവിടെ പോയി നിൽക്കും ഇത്? മുളകിന് 75 രൂപയിൽ നിന്നും 260 രൂപ വരെ എത്തി. ജീരകം, വെളുത്തുള്ളി 25 രൂപയും 110 രൂപയുമായിരുന്നത് 80-ലും 200 രൂപയിലും വരെ എത്തി നിൽക്കുന്നു. പറഞ്ഞു പോയാൽ വില നിലവാരം ഇങ്ങനെ പറഞ്ഞു പോകാം. സർവ്വതിനും തീവിലയായി. വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്ന് വെറും വാക്ക് പറയുന്ന ഭരണകൂടം നടത്തുന്ന സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങളിൽ അവശ്യ സാധനങ്ങളും നിത്യോപയോഗ സാധനങ്ങളുമില്ല. ഇതിനെന്താണ് പരിഹാരം? സർക്കാർ ഉണർന്നേ പറ്റൂ. സാധാരണക്കാർക്കും ഇവിടെ ജീവിക്കണം.